ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം പലതരത്തിലുള്ള ഉപവാസ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ്. എന്നാൽ ഉപവാസം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആഹാരത്തെ ഉപേക്ഷിച്ച് ഇരിക്കുന്നതിന് ഉപവാസം എന്ന് പറയുന്നു. എന്നാൽ നമ്മളെ ശരീരത്തിന് ആവശ്യമായ ആഹാരം കൊടുക്കാതിരുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം ആയി ഭവിക്കും. അതിനാൽ ആഹാരം ഒന്നും കഴിക്കാതിരിക്കൽ മാത്രമല്ല, ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. ഉപ എന്നാൽ അടുത്ത്, വസിക്കുക. ആരുടെ അടുത്ത്? ഈശ്വരനാണ് നമ്മുടെ ഏറ്റവും അടുത്ത് വസിക്കുന്നത്. ആ ബോധം നമുക്ക് ഉണ്ടാവലാണ് ഉപവാസം. പരമാത്മാവിൻ്റെ അരികിൽ വാസം, ഉപവാസം എന്നതിനർത്ഥമോർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ എങ്ങുമിങ്ങും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സുഭാഷിത രത്നമാണിത്. ഈ പരമാത്മാവിൻ്റെ അരികിലാണ് വാസം എന്ന് അറിയാതെയുള്ള ഉപവാസങ്ങൾ, ആഹാരം ഉപേക്ഷിക്കൽ. ആഹാരം ഉപേക്ഷിക്കൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പദമാണ് ഉപവാസം എന്നതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത്. ആഹാരം ഉപേക്ഷിക്കുന്നത് ഒരു വ്രതമാണ്. അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ നൈർമല്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഉപവാസാദി വ്രതങ്ങൾ. എന്നാൽ അത് പരമപ്രധാനമായ ഒരർത്ഥത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനാണ് ആഹാരാദികളിൽ ഒരു നിയന്ത്രണം വരുത്തുന്നത്. തിന്നാനായിട്ട് ജീവിക്കുക, വിഭവസമൃദ്ധമായ സദ്യ എന്നും ഉണ്ണുക, എന്നിട്ട് മേധസ് വർദ്ധിക്കുക, എന്നിട്ട് ആരോഗ്യത്തെ ഹനിക്കുന്ന ആരോഗ്യഹാനികരമായ രോഗങ്ങൾക്കടിമയാവുക. ഇതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ ഉപവാസം, ആഹാരാദികളുടെ ഉപേക്ഷ സഹായകമാണ്. മേധസ് കൊണ്ട് തടിച്ചു കൊഴുത്തിരിക്കുന്ന ആ ശരീരത്തിന് ഒരു അയവ് വരാൻ നമ്മൾ ഒരു ദിവസം ആഹാരം അല്ലെങ്കിൽ ഒരു നേരം ആഹാരം ഉപേക്ഷിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അത് മാത്രമല്ല, മാനസികമായി കൂടി നമുക്കതുകൊണ്ട് പ്രയോജനം വേണമെങ്കിൽ ഈ ഉപവാസം എന്തിനാണ്? ഈ ആഹാരം ഉപേക്ഷിക്കൽ എന്തിനാണ്? ഉപവസിക്കുക. ഏറ്റവും അടുത്ത് ഇരിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ അടുത്താണ് നാം വസിക്കുന്നത് എന്ന ബോധമുണ്ടാവുക. അതാണ് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത്, ഉപ എന്നാൽ അടുത്ത്, വാസം എന്നാൽ വസിക്കുക. നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് സർവേശ്വരനാണ് എന്ന ബോധം ഉണ്ടാവുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും അത് അനിവാര്യമായ ഒരു ഘടകമാണ്. എന്നാൽ വ്രതം നമുക്ക് ആവശ്യമാണ്. ശരീരാരോഗ്യത്തിനും മനസ്സിൻ്റെ പ്രസന്നതയ്ക്കും രോഗാദികളെ അകറ്റി നിർത്താനും പ്രതിരോധ ശക്തി കൂട്ടാനും ഈ ആഹാരാദികൾ അമിതമായത് ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആഹാരം മിതമായി നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കനുസരിച്ച് ദഹിപ്പിക്കാനുള്ള ആഹാരാദികൾ ഇട്ടുകൊടുത്താൽ മാത്രമേ ആമാശയത്തിന് അതിന് ദഹിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ദഹിപ്പിക്കാൻ ആവശ്യമായ ഉമിനീര്
നമ്മുടെ വായിലും ആമാശയത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിന് ഇന്ധനമാകുന്ന ഭക്ഷണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആമാശയ ഭിത്തികളെ ദഹിപ്പിക്കും. അപ്രകാരം സംഭവിക്കുന്നത് കുടൽപ്പുണ്ണുണ്ടാക്കാൻ സഹായിക്കും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആഹാരാദികൾ കഴിക്കാതെ ചിലർ തിരിച്ചു വരുന്നത് ഏകദേശം 10-11 മണിയോ ആവുന്നത് വരെ ഒന്നും കഴിക്കാതെ തലേ ദിവസം കഴിക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം വയറാഹാരം ചോദിച്ചു. അപ്പോഴൊന്നും നമ്മുടെ വ്രതത്തിൻ്റെ പേരിൽ ആഹാരം കൊടുത്തില്ല. പിന്നെ വിശപ്പില്ലാതെയാകും. ഈ വിശപ്പ് തോന്നലാണ് ശരിക്കും ഭക്ഷണം നമ്മുടെ വയറ് ചോദിക്കൽ. അപ്പോൾ ആഹാരം നമ്മൾ തീർച്ചയായും ഇട്ട് കൊടുക്കുകയും വേണം. അത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. അതിന് വെള്ളമോ ലഘുവായിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. ഹെവി ആവരുത്. അപ്രകാരം ഈ ബോധവും കൂടെ ആഹാരത്തിൽ ഒരു ചിട്ട നമുക്ക് വേണം. മത്സ്യമാംസാദികൾ അധികവും നമുക്ക് മേധസ് വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊരു ജീവിക്കാൻ ഉപയോഗിക്കുന്ന ശരീരം അതിൽ നിന്നും ആട്ടി ഓടിച്ചിട്ടാണ് നമ്മൾ ആ ശരീരത്തെ ഭക്ഷിക്കുന്നത്. എന്നാൽ മാംസഭുക്കുകളായ മൃഗങ്ങൾക്ക് ദൈവം വിധിച്ചിരിക്കുന്ന ഭക്ഷണം അത് തന്നെ, അതവർ ഭക്ഷിക്കുന്നു. മനുഷ്യർക്കാവട്ടെ ഇതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടേണ്ട ആവശ്യമില്ല. സസ്യാദികൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്. അത് ഭക്ഷിച്ചാൽ സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് സസ്യാഹാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് ആരോഗ്യത്തെ നിലനിർത്താനും രോഗത്തെ ചെറുക്കാനുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും സഹായിക്കുമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ അതിന് സഹായകമാണ് മിതമായ ആഹാരം. മിതഹിതമൂണുമുറക്കം പ്രതിദിനം ഈശ്വരൻ്റെ സേവയും ചെയ്യുവിൻ. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ട പരമപ്രധാനമായത്. പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസമെന്നതിനർത്ഥമോർത്താൽ അറിയാതെ ഈ അർത്ഥം ആഹാരം വിട്ടു നീ അലയാതെ വലയാതെ എങ്ങുമെന്നും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.